ചങ്ങാതിമാർക്കെല്ലാം ഒരു കിടുക്കാച്ചി നമസ്കാരം ആദ്യം തന്നെ ഇരിക്കട്ടെ. ഇന്നൊരു കിടുക്കൻ ദോശയാണ് കേട്ടോ. ഈ ദോശയുടെ പേര് കേട്ട് നിങ്ങളാരും ഞെട്ടല്ലേ, തിരുവാതിര ദോശ. ഇതൊരു കിടുക്കൻ ദോശ കേട്ടോ. നിങ്ങൾ എങ്ങും കണ്ടിട്ടുണ്ടാവില്ല ഈ ദോശ. ഇത് നമ്മളെ ഹോട്ടലിൽ തന്നെ പറഞ്ഞത് ഇത് കഴിക്കണമെങ്കിൽ കേട്ടോ. ഇത് ഉണ്ടാക്കുന്നതും ഇതിൻ്റെ മസാലയും കൂട്ടും ഒക്കെ ഭയങ്കര വ്യത്യാസമാണ്. ഒരു കിടുക്കൻ ദോശയാണ്. അപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഒരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് തള്ളിയേക്കണം. അപ്പോൾ ആദ്യം തന്നെ തീ പിടിപ്പിച്ചു. തീ പിടിച്ച ശേഷം നമ്മൾ ചെറിയൊരു പാനങ്ങ് വെക്കുക. പാൻ വെച്ച് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് കുറച്ച് ഉഴുന്നും വടപ്പരിപ്പും കൂടെ ഇട്ട് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്യുക. കണ്ടില്ലേ? ശേഷം ഒരു ഇച്ചിരി പച്ചമുളകും നീളത്തിൽ കുനുകുനാന്നരിഞ്ഞ ക്യാരറ്റും ബീൻസും കൂടെ ഇട്ട് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക. സെറ്റായിട്ട് ഇതുപോലെ അവനൊന്ന് സെറ്റായി പാകത്തിന് വരുമ്പോഴേക്ക് സ്ലൈസ് ചെയ്ത് ഒണിയനും എടുത്തൊരു മറി ഇങ്ങ് മറിക്കുക. അപ്പോൾ ആ സവോളയും കൂടെ എടുത്തൊരു മറി പറിച്ചിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്ത് ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി ഉപ്പും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടെ ഇട്ടിട്ട് ഇവനങ്ങ് നല്ല രീതിയിൽ അങ്ങ് വരട്ടുക. വരണ്ട് ഈ ലെവലിലാവുമ്പോൾ അതിലേക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് പെരിഞ്ചീരക പൗഡറും കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് മൊത്തത്തിൽ ഒന്ന് വരട്ടിയെടുക്കുക. അപ്പോൾ ആ കുത്തലൊക്കെ ഒന്ന് മാറി നല്ല സ്മെല്ലായി കിട്ടും. ഈ ലെവലിലാവും. ഈ ലെവലിലാവുമ്പോഴേക്ക് ഒരു ഇച്ചിരി വെള്ളം നല്ല സ്നേഹത്തോടെ ഇട്ട് കൊടുത്തു. ആ വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് ഇവനെ മൊത്തത്തിലങ്ങ് വേവിച്ചെടുക്കുക. ഒരു കുഴമ്പ് രൂപത്തിലാക്കി ഇതുപോലെ ആക്കിയെടുക്കുക. കണ്ടില്ലേ? ഇവനൊന്ന് ഈ ലെവലിലാക്കി ലെവലായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ സ്നേഹത്തോടെ ഒഴിച്ചു കൊടുത്തു. തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടൊന്ന് വരട്ടിയെടുക്കുക. കണ്ടില്ലേ? ശേഷം നല്ല മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ എടുത്തൊരു മറിക്കുക. എന്നിട്ട് ഇത് മൊത്തത്തിൽ കലക്കി കൂട്ടി ഒരു രൂപത്തിലും ഭാവത്തിലാക്കി എടുക്കുക. കണ്ടില്ലേ? ഇപ്പം നല്ല മസാല ദോശയുടെ മസാല റെഡി ആയിട്ടിരിക്കുക കേട്ടോ. കണ്ടില്ലേ? നമുക്ക് വേണ്ട ദോശയുടെ മസാല ഇപ്പോൾ റെഡിയായി. ഇത് തന്നെയാണ് മസാല ദോശയ്ക്ക് ഉപയോഗിക്കുന്ന മസാല. എന്നിട്ട് കുറച്ച് സ്നേഹത്തോടെ കറിവേപ്പിലയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് സെറ്റപ്പാക്കി മാറ്റി ഇങ്ങ് വെക്കാം നമുക്ക്. ഇനി അടുത്തത് ഇതിന് വേണ്ട അടുത്ത മസാല ഉണ്ടാക്കാൻ പോവാം. ചെറിയ പാൻ എടുത്തു. അതിലേക്ക് ഇതുപോലെ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണയും ഒഴിച്ച ശേഷം ഇതുപോലെ ഉഴുന്നും വടപ്പരിപ്പും കൂടെ ഇട്ട് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റായി ലെവലായി വരുമ്പോൾ അതിലേക്ക് ഇതുപോലെ വത്തലമുളക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഇത്ര ഇട്ട് അങ്ങ് വരട്ടുക. കൂടെ ഒരു ഇച്ചിരി 2-3 പച്ചമുളകും കൂടെ ഇട്ടങ്ങ് വരട്ടിക്കും. കണ്ണടച്ച് ഇവനങ്ങ് വരണ്ട ലെവലാക്കി എടുക്കുക. ഈ ലെവൽ കളറായി വരുമ്പോഴേക്ക് അതിലേക്ക് ബീറ്റ്റൂട്ട് ഒരു മറിക്കുക. നല്ല ചെറിയതാന്നരിഞ്ഞ ബീറ്റ്റൂട്ട്, കുനുകുനാന്നരിഞ്ഞ ബീറ്റ്റൂട്ട് അല്ല ഗ്രേറ്റ് ചെയ്ത ബീറ്റ്റൂട്ട്, ഈ സാധനം എടുത്തൊരു മറിക്കുക. എന്നിട്ട് അതും ഇതിലിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. കണ്ടില്ലേ? ഇതുപോലെ നല്ല സ്റ്റൈലായിട്ടങ്ങ് വേവിച്ചു. അപ്പോൾ ഇവൻ മൊത്തത്തിൽ ഒരു ലെവലായി സെറ്റായി വരുന്നത് കാണാൻ പറ്റും. അപ്പോഴേക്കും അതിലേക്ക് സ്നേഹത്തോടെ ഇച്ചിരി ഉപ്പം ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഇട്ട ശേഷം കണ്ടില്ലേ? അതിലേക്ക് പെരിഞ്ചീരക പൗഡർ, ഗരം മസാല, ഇത് രണ്ടും മതി കേട്ടോ. ഇത്ര ഇട്ടിട്ട് ലൈറ്റായിട്ട് കുക്കായ ശേഷം അതിലേക്ക് പൊട്ടറ്റോ എടുത്തിട്ടു. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്യാം. അപ്പം ചുമന്ന മസാലയും നമുക്ക് റെഡി ആയിട്ടിരിക്കും കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. വേണമെങ്കിൽ ഒന്ന് തൊട്ട് നോക്കി നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന് സാധനം മനസ്സിലാവും. അപ്പോൾ ഇവനെയും ഈ ലെവലാക്കി എടുത്ത ശേഷം വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. അടുത്ത് നമുക്ക് തിരുവാതിര ദോശ ഇടാൻ വേണ്ടിയുള്ള തവയൊന്ന് റെഡിയാക്കിയേക്കാം. അപ്പോൾ ആദ്യം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കുക. അതിന് ശേഷം ഈ മാവ് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല മയാന്നുള്ള മാവായി റെഡി കിട്ടും. എന്നിട്ട് മാവ് ഇതുപോലെ ഒരു കട്ടോരിയിൽ എടുത്തിട്ട് ആ തവയിലേക്ക് ഒരു മറിക്കുക. എന്നിട്ട് നല്ല സ്റ്റൈലായിട്ട് ഇവനത് ഇതുപോലെ ഇങ്ങ് കറക്കിക്കോ. നല്ല രീതിയിൽ 1 മീറ്റർ നീളമുള്ളൊരു ദോശ ആക്കിക്കോ. ആ ദോശ ഒന്ന് ലെവലായി വരുമ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി അങ്ങ് എടുക്കുക. കണ്ടില്ലേ? ലൈറ്റായിട്ടൊന്ന് പരത്തിയ ശേഷം ഒരു ബട്ടർ വെച്ച് ഇതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിക്കുക. ബട്ടർ അങ്ങ് മൊത്തത്തിൽ ഇങ്ങ് തേച്ച് പിടിപ്പിച്ചു. ബട്ടർ തേച്ച് പിടിച്ച് കഴിയുമ്പോഴേക്ക് ആ മഞ്ഞ മസാല എടുത്ത് ദൈവത്തെ മൊത്തത്തിൽ അങ്ങ് തേച്ച് പിടിപ്പിക്കുക. കണ്ടില്ല? നല്ല സ്റ്റൈലായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുന്നത്. കൂടെ
ആ ബീട്രൂട്ട് മസാലയും കൂടെ ഒരു മറിച്ചിട്ട് പോക്കത്തേക്ക് ഇങ്ങ് സിമെൻറ്റ് തേക്കുന്ന പോലെ അങ്ങ് തേച്ച് പിടിപ്പിച്ചു. ഒന്നും നോക്കണ്ട എൻ്റെ ചങ്ങാതി. ഇപ്പം നല്ല സ്മെല്ലാണ് വരുന്നുണ്ട്, ഒരു രക്ഷയില്ല എൻ്റെ ചങ്ങാതി. കൂടെ കുറച്ച് പനീരങ്ങ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇങ്ങ് നല്ല രീതിയിൽ കിട്ടും. അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ചീസും കൂടെ ഇതേപോലെ അങ്ങ് ഗ്രേറ്റ് ചെയ്ത് മുകളിലേക്ക് ഇടുക. എന്നിട്ട് നല്ല ക്യാരറ്റ് എടുത്ത് ഇങ്ങ് വാരി ഇങ്ങ് വിതറുക. അതിൻ്റെ കൂടെ കൊറിയാണ്ടറും എടുത്ത് വാരി വിതറുക. കുറച്ച് ഗ്രീൻ പീസും എടുത്ത് ഇങ്ങ് തള്ളുക. കണ്ടില്ലേ? എന്നിട്ട് വേണേൽ കുറച്ച് ക്യാരറ്റും കൂടെ മുകളിലേക്ക് ഇട്ടു. ഇത്രയായിട്ട് ശേഷം കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച ശേഷം ആ തവയിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടി ഇതുപോലെ ലെവലാക്കുക. കുറച്ച് ഗൺ പൗഡർ, അതായത് ചട്നി പൗഡർ ഉണ്ട്, അതും കൂടെ വാരി വിതറിക്കും. വേറെ ലെവലായിട്ട് ചങ്ങാതി. എന്നിട്ട് ഇതുപോലെ മടക്കി ഒന്ന് ഫോൾഡ് ചെയ്ത് ലെവലാക്കി ഷേപ്പാക്കി കണ്ടില്ലേ, നല്ല സ്റ്റൈലാക്കി അങ്ങ് പൊക്കി അങ്ങ് എടുക്കുക. എന്നിട്ട് നേരെ ഒരു പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യുക. പ്ലേറ്റിലേക്ക് വെച്ച ശേഷം ഇതുപോലെ ടൊമാറ്റോ ചട്നി സ്ലോ മോഷനിൽ അങ്ങ് വെച്ച് കൊടുക്കുക. കുറച്ച് തേങ്ങാ ചട്നിയും കൂടെ അങ്ങ് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ? എന്നിട്ട് അതിൻ്റെ കൂടെ സവോള ചട്നിയുണ്ട്, അതും കൂടെ വെച്ച് കഴിയുമ്പോൾ എൻ്റെ ചങ്ങാതി കിളി പോട്ട് രക്ഷയിൽ. ഇത് കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട് കേട്ടോ, ഒരു രക്ഷയും ഉണ്ടാവില്ല. എന്നിട്ട് ഇവൻ്റെ ഒരു സൈഡിൽ നിന്നൊരു പീസ് അങ്ങ് നുള്ളി അങ്ങ് എടുക്കുക. എന്നിട്ട് ആ ചട്നിയിൽ 3 ചട്നിയിലും കൂടി ഒരു പിടുത്തങ്ങ് പിടിച്ചിട്ട് ഇതുപോലെ ചങ്ങാതിമാർക്കങ്ങ് വെച്ചെടുക്കുക. ഒരു പിടുത്തങ്ങ് പിടിക്കുക എൻ്റെ ചങ്ങാതി, ഒരു രക്ഷയും ഉണ്ടാവില്ലല്ലോ. കൊതി വന്നിട്ട് വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി. കണ്ടില്ലേ? ഇതുപോലെയുള്ള സാധനങ്ങൾ കഴിക്കണം. ഇതാണ് എൻ്റെ ചങ്ങാതി തിരുവാതിര ദോശ എന്ന് പറയും. വേറെ ലെവലാണ് ഇവൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ. അപ്പം ഇതുപോലെയുള്ള കിടുക്കാച്ചി ചാനൽ കാണാൻ വേണ്ടി നമ്മളെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല. നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ നമുക്കെല്ലാം. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് തള്ളിക്കൊടുക്കണേ. ഇതേ പേരില്ല, ഷെഫ് നിബു ദ ആൽക്കമിസ്റ്റ്.